ESR സ്പെക്ട്രോസ്കോപ്പിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ESR സ്പെക്ട്രോസ്കോപ്പിയിൽ തന്നെ അതാണ് ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിംഗ്. NMR സ്പെക്ട്രോസ്കോപ്പിയിൽ സ്പിൻ ഇൻ്ററാക്ഷനും സ്പിൻ കപ്ലിങ്ങും കണ്ടതുപോലെ തന്നെ ഇവിടെയും അൺപെയ്ഡ് ഇലക്ട്രോണിൻ്റെ സ്പിൻ മാഗ്നറ്റിക് മൊമെൻറ്റിന് ഇറ്റ് ക്യാൻ ഇൻറ്ററാക്ട് വിത്ത് ദ സ്പിൻ മാഗ്നറ്റിക് മൊമെൻ്റ് ഓഫ് ദ നൈബറിംഗ് ന്യൂക്ലിയർ. തൊട്ടടുത്തുള്ള ന്യൂക്ലിയയുടെ സ്പിൻ മാഗ്നറ്റിക് മൊമെൻറ്റുമായിട്ട് നമ്മുടെ അൺപെയ്ഡ് ഇലക്ട്രോണിൻ്റെ സ്പിൻ മാഗ്നറ്റിക് മൊമെൻറ്റിന് ഇൻ്ററാക്ട് ചെയ്യാൻ സാധിക്കും. ആസ് എ റിസൾട്ട് എന്ത് സംഭവിക്കും? അതിൻ്റെ അബ്സോർപ്ഷൻ സിഗ്നൽ സ്പ്ലിറ്റ് ചെയ്യും ഇൻടു എ നമ്പർ ഓഫ് കമ്പോണൻസ്. ഇതിനെയാണ് നമ്മൾ ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത്. ഈ ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിംഗ് കാരണം അതിൻ്റെ ഫർദർ സ്പ്ലിറ്റിംഗ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി ലെവൽസ് ആണ്. ഈ ഒരു അൺപെയ്ഡ് ഇലക്ട്രോണിൻ്റെ സ്പിൻ മാഗ്നറ്റിക് മൊമെൻറ്റും തൊട്ടടുത്ത നെയ്ബറിംഗ് ആയിട്ട് നിൽക്കുന്ന ന്യൂക്ലിയർ ഏതാണോ അതിൻ്റെ സ്പിൻ മാഗ്നറ്റിക് മൊമെൻറ്റുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊരു സിഗ്നലിന് സ്പ്ലിറ്റിംഗ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഇൻ്ററാക്ഷൻ കാരണം എനർജി ലെവൽസ് തമ്മിൽ ട്രാൻസിഷൻസ് നടക്കും. ആൻഡ് അവിടെ ഒരു സെലക്ഷൻ റൂൾ ഉണ്ട്. എല്ലാ ട്രാൻസിഷൻസും എന്തല്ല, അലൗഡ് അല്ല. ആൻഡ് ESRലെ സെലക്ഷൻ റൂൾ ഇതാണ്: ഡെൽറ്റ MS ഈക്വൽ ടു ±1 ആൻഡ് ഡെൽറ്റ MI ഈസ് ഈക്വൽ ടു 0. ഡെൽറ്റ MIയിൽ ചേഞ്ച് ഉണ്ടാവരുത്. അതുപോലെ തന്നെ ഡെൽറ്റ MS വാല്യൂ 1 യൂണിറ്റ് ചേഞ്ച് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഓക്കെ, ഇനി അടുത്ത് പറയുന്നത് ഒരു സിംഗിൾ ന്യൂക്ലിയസിൻ്റെ സ്പിന്നുമായിട്ടുള്ള ഇൻ്ററാക്ഷനാണ്. അപ്പോൾ ഒരു അൺപെയ്ഡ് ഇലക്ട്രോണിൻ്റെ സ്പിന്ന് തൊട്ടടുത്തൊരു സിംഗിൾ ആയിട്ടുള്ള ന്യൂക്ലിയസ്, നൈബറിങ്ങിൽ ഒരു സിംഗിൾ ന്യൂക്ലിയസ് ഉള്ളൂ, അതുമായിട്ടാണ് ഇൻ്ററാക്ട് ചെയ്യുന്നത് എങ്കിൽ സിഗ്നൽ സ്പ്ലിറ്റ് ചെയ്യുന്നത് 2I+1 കമ്പോണൻസ് ആയിട്ടായിരിക്കും. വെർ I എന്ന് പറയുന്നത് എന്താണ്? സ്പിൻ ക്വാണ്ടം നമ്പർ ഓഫ് ദ നൈബറിങ് ന്യൂക്ലിയസ്. ദെൻ ആ ഒരു കമ്പോണൻറ്റിൻ്റെ എനർജി ലെവൽ is given by EMS MI is equal to G beta B0 MS plus AMS MI. A എന്ന് പറയുന്നത് അവിടുത്തെ ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിംഗ് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ എത്ര കമ്പോണൻസ് ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്? 2I+1 കമ്പോണൻസ് ആയിട്ട്. ഓക്കെ, നമുക്ക് 2 എക്സാമ്പിൾസ് പഠിക്കാനുണ്ട്. അതായത് ആദ്യത്തെ എക്സാമ്പിൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ESR സ്പെക്ട്രമാണ്. അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉള്ള സ്പീഷീസിലെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ബിഹേവിയർ കാണിക്കുന്നത് ഹൈഡ്രജൻ ആറ്റമാണ് അല്ലേ. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിൽ എന്തൊക്കെയാണുള്ളത്? ഒരു പ്രോട്ടോൺ ഉണ്ട്, ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സിംഗിൾ ഇലക്ട്രോണിൻ്റെ ഡീജനറേറ്റ് ആയിട്ടുള്ള സ്പിൻ എനർജി ലെവൽസ് എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്യും. 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഒന്നിന് എനർജി കുറവായിരിക്കും, അടുത്തതിന് എനർജി കൂടുതലായിരിക്കും. ഇതിലെ ലോവർ എനർജി ലെവലിൽ MS വാല്യൂ ഇറ്റ് വിൽ ബി ഈക്വൽ ടു -1/2 ആൻഡ് ഹയർ എനർജി ലെവലിൽ ഇറ്റ് വിൽ ബി MS ഈക്വൽ ടു +1/2. ഇനി ഈ 2 സ്പിൻ എനർജി ലെവൽസും എന്ത് ചെയ്യാൻ പറ്റും? തൊട്ടടുത്തുള്ള അല്ലേ, നൈബറിങ് ആയിട്ട് ഇതിലൊരു പ്രോട്ടോൺ ആണുള്ളത്, ഒരു സിംഗിൾ ആയിട്ടൊരു നൈബറാണുള്ളത്, ഒരു പ്രോട്ടോൺ ഉണ്ട്. അപ്പോൾ ആ പ്രോട്ടോണിൻ്റെ സ്പിന്ന് മാഗ്നറ്റിക് മൊമെൻ്റ് ആയിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനും ആ ഒരു ഇൻറ്ററാക്ഷൻ വഴി പ്രോട്ടോണിൻ്റെ 2 സ്പിൻ സ്റ്റേറ്റ്സ് ഉണ്ട് അല്ലേ, ആ 2 സ്പിൻ സ്റ്റേറ്റ്സുമായിട്ട് ഈ 2 എനർജി ലെവൽസ് ഇൻറ്ററാക്ട് ചെയ്തിട്ട് നമുക്ക് 4 എനർജി ലെവൽസ് തരും. ഓക്കെ, ഇതാ കണ്ടോ, ഇത് നമ്മളുടെ MS ഈക്വൽ ടു -1/2 MS ഈക്വൽ ടു +1/2 എന്ന് പറയുന്നത് അൺപെയ്ഡ് ഇലക്ട്രോണിൻ്റെ സ്പിൻ എനർജി ലെവൽസ് ആണ്. അത് ആരായിട്ട്? 2 പ്രോട്ടോൺസുമായിട്ട്, ഒരു പ്രോട്ടോണിൻ്റെ 2 സ്പിൻ എനർജി ലെവൽസുമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് ആകെ ടോട്ടൽ ഒരു 4 ലൈൻസ്, 4 എനർജി ലെവൽസ് കിട്ടും. ഈ 4 എനർജി ലെവൽസ് തമ്മിൽ എന്ത് പോസിബിളാണ്? ട്രാൻസിഷൻസ് പോസിബിളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു എനർജിയുടെ ഓർഡർ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. എനർജിയുടെ ഓർഡർ എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ഉണ്ടല്ലോ, എനർജിയുടെ ഇക്വേഷൻ, അത് യൂസ് ചെയ്തിട്ട് MS MI വാല്യൂസ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഓരോ ലെവലിൻ്റെയും, ഈ 4 എണ്ണത്തിൻ്റെ ഓരോ ലെവലിൻ്റെയും എനർജിയുടെ വാല്യൂ കിട്ടും.
ഓക്കെ. ഇതിൻ്റെ എനർജി ലെവൽസിൻ്റെ ഒരു ഓർഡർ എടുക്കുന്നത് E മൈനസ് ഹാഫ് പ്ലസ് ഹാഫ്, അതാണ് ഏറ്റവും എനർജി കുറവുള്ളത്, ഏറ്റവും താഴെ കിടക്കുന്നത്. ദെൻ E മൈനസ് ഹാഫ്, രണ്ടാമത്തെ ലെവല് E മൈനസ് ഹാഫ് മൈനസ് പ്ലസ് ഹാഫ് മൈനസ് ഹാഫ്, അതാണ് തേർഡ് ലെവൽ വരെ ഏറ്റവും എനർജി കൂടുതൽ ഉണ്ടാവുക E പ്ലസ് ഹാഫ്. അതായത് EMS/MIയിൽ E പ്ലസ് ഹാഫ്, രണ്ടും MS വാല്യൂം MI വാല്യൂം പ്ലസ് ഹാഫ് ആവുന്ന എനർജി ലെവലിലാണ് ഏറ്റവും എനർജി കൂടുതൽ ഉണ്ടായിരിക്കുക. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ എനർജി, ഓരോ എനർജി ലെവലിൻ്റെ വാല്യൂ നമുക്ക് എന്താ പറയുക, നേരത്തെ പറഞ്ഞ ഇക്വേഷനിൽ G(β)B0 MS + AMS/MI എന്ന് പറഞ്ഞ ഇക്വേഷൻ നേരത്തെ പറഞ്ഞില്ല, ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ എനർജി ലെവലിൻ്റെയും കറക്റ്റ് വാല്യൂ നമുക്ക് കിട്ടും. ഇനി നമ്മൾ ഓൾറെഡി ഈ ഒരു ESR സ്പെക്ട്രത്തിൻ്റെ സെലക്ഷൻ റൂൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ഡെൽറ്റ MS-ൻ്റെ വാല്യൂ ±1 ആയിരിക്കണം, ഡെൽറ്റ MI വാല്യൂ 0 ആയിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ഒരു രണ്ട് കണ്ടീഷനും ഹോൾഡ് ചെയ്യുന്ന രണ്ട് ട്രാൻസിഷൻസ് ആണ് ഉള്ളത്. അത് ഈ രണ്ട് ട്രാൻസിഷൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. 1, 2. ഏതൊക്കെ ട്രാൻസിഷൻസ് ആണ്? MI = +½ to +½ എന്ന് പറയുന്ന ട്രാൻസിഷൻ, അതുപോലെ തന്നെ MI = -½ to -½ എന്ന് പറയുന്ന ട്രാൻസിഷൻ. അപ്പോൾ ഇതിൽ രണ്ടിലും നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ ഡെൽറ്റ MIയുടെ വാല്യൂ 0 ആണ്, അതുപോലെ തന്നെ ഡെൽറ്റ MS-ൻ്റെ വാല്യൂ +or-1 ആണ് വരിക. ഓക്കെ. അപ്പോൾ ഇതാണ് ഹൈഡ്രജൻ ആറ്റത്തിൽ വരുന്ന ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിങ്. അതുപോലെ തന്നെ എലൗഡ് ട്രാൻസിഷനും ഇതിൻ്റെ ഒപ്പം തന്നെ കാണിച്ചിട്ടുണ്ട്. ഈ രണ്ട് ട്രാൻസിഷൻസ് കാരണം ഹൈഡ്രജൻ്റെ ESR സ്പെക്ട്രം ഒരു ഡബ്ലറ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ രണ്ട് പീക്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ ഹൈപ്പർഫൈൻ കപ്ലിംഗ് കോൺസ്റ്റൻറ്റ് A എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് സ്പെക്ട്രത്തിൽ നിന്ന് കിട്ടും. ഇനി അതുപോലെ തന്നെ ഒരു സ്പിന്ന്, ഒരു ഓഡ് ഇലക്ട്രോണിൻ്റെ സ്പിന്ന് കുറച്ചധികം ന്യൂക്ലിയർ ആയിട്ട് ഇൻറ്ററാക്ട് ചെയ്യണം. അതൊക്കെ ഈക്വലൻ്റ് ആണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഓഡ് ഇലക്ട്രോൺ ഒരു n നമ്പർ ഓഫ് ഈക്വലൻ്റ് പ്രോട്ടോൺസുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് 2ni+1, അതായത് I എന്ന് പറയുന്നത് അവിടെ 1/2 അല്ലേ വരിക. അപ്പോൾ n+1 പീക്സ് ആയിട്ട് അത് സ്പ്ലിറ്റ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് സ്പെക്ട്രത്തിൽ n+1 പീക്സ് ആണ് അപ്പിയർ ചെയ്യാം. നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഇതാണ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ESR സ്പെക്ട്രം വരുന്നത്. ഓക്കെ. ഇനി നമ്മളുടെ അടുത്ത എക്സാമ്പിളാണ് മീഥൈൽ റാഡിക്കൽ, CH3 റാഡിക്കൽ. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ CH3 റാഡിക്കലിൻ്റെ കേസിൽ കാർബൺ ഇല്ലേ, അവിടെ കാർബൺ ന്യൂക്ലിയസിൻ്റെ I വാല്യൂ 0 ആണ്. I വാല്യൂ 0 ആണെന്ന് പറഞ്ഞാൽ എന്തർത്ഥം? അവിടെ സ്പിന്നില്ല, നെറ്റ് സ്പിൻ അവിടെ 0 ആണ്. അപ്പോൾ നമ്മുടെ അൺപെയ്ഡ് ഇലക്ട്രോൺ, അതായത് ആ റാഡിക്കലായിട്ട് നമ്മൾ കാണിച്ചിട്ടുള്ള അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടല്ലോ, ആ അൺപെയ്ഡ് ഇലക്ട്രോൺ ഇൻറ്ററാക്ട് ചെയ്യുന്നത് ഏതൊക്കെ ന്യൂക്ലിയസ് ആയിട്ടായിരിക്കും? ആ 3 പ്രോട്ടോൺസ് ഉണ്ടല്ലോ അവിടെ, ആ 3 പ്രോട്ടോൺസുമായിട്ടുള്ള ഇൻറ്ററാക്ഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ 3 പ്രോട്ടോൺസ് എങ്ങനെയാണ്? 3 ഈക്വലൻ്റ് പ്രോട്ടോൺസ് ആണ്. സോ ഈ 3 ഈക്വലൻ്റ് പ്രോട്ടോൺസിന് അവരുടെ സ്പിന്ന് 4 ഡിഫറെൻറ്റ് വേസിൽ കാണിക്കാൻ പറ്റും. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ലൈക്ക് സ്പിന്നിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. ഏറ്റവും താഴെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 3 സ്പിന്നും താഴേക്ക്, അതായത് ഡൗൺവേർഡ് ഡയറക്ഷനിൽ, ഏറ്റവും മുകളിൽ കാണിച്ചിട്ടുള്ളതാണെങ്കിൽ 3 സ്പിന്നും അപ്വേർഡ് ഡയറക്ഷനിൽ. ഇനി അതുപോലെ തന്നെ 1 താഴെ, ബാക്കി 2 അപ്വേർഡ്, അങ്ങനെ ഉള്ളതാണ് ഈ ഒരു റോല് കാണിച്ചിട്ടുള്ളത്. അതുപോലെ നമുക്ക് 3 സ്പിന്നുള്ളത് കൊണ്ട് ഈ തരത്തിലൊക്കെ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് പോസിബിൾ ആണ്. അപ്പം അതിൽ ഈ ഒരു 6 എണ്ണം അതിൽ 2 സെറ്റ് വീതം ഈക്വലൻ്റ് ആയതുകൊണ്ട് ടോട്ടൽ നമുക്കൊരു 4 അറേഞ്ച്മെൻറ്റ്സ് പോസിബിൾ ആണ്. അപ്പോൾ ന്യൂക്ലിയർ സ്പിൻ മൊമെൻറ്റിന് നമുക്ക് 4 ഡിഫറെൻറ്റ് വാല്യൂസാണ് കിട്ടുക. ഇവിടെ കാണാം,
+3/2 +1/2 -1/2 -3/2 അങ്ങനെ. ഓക്കെ, അപ്പോൾ MIക്ക് ഇവിടെ 4 ഡിഫറെൻറ്റ് വാല്യൂസ് ഉണ്ട്. ഇനി നമ്മുടെ ഇലക്ട്രോണിന് അൺപെയ്ഡ് ഇലക്ട്രോണിന് 2 സ്പിൻ സ്റ്റേറ്റ്സ് ആണുള്ളത്. ഏതൊക്കെ? MS = +12 MS = -12. അപ്പോൾ ഈ 2 സ്പിൻ സ്റ്റേറ്റിന് തൊട്ടടുത്ത 3 നൈബറിങ് പ്രോട്ടോൺസിൻ്റെ ഈ 4 സ്പിൻ മൊമെൻറ്റ്സുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യാൻ പറ്റും. സോ ടോട്ടൽ അതൊരു 8 എനർജി ലെവൽസ് ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, ഈ 8 എനർജി ലെവൽസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ലൈക്ക് ദിസ്. ഇവിടെ ഉണ്ടോ 8 എനർജി ലെവൽസ് ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുക. ഇത് നമ്മളുടെ അൺപെയ്ഡ് ഇലക്ട്രോണിൻ്റെ 2 എനർജി ലെവൽസ് ആണ്. ഈ 2 എനർജി ലെവൽസ് ഈക്വലൻറ്റ് പ്രോട്ടോൺസിൻ്റെ 4 എനർജി ലെവൽസുമായിട്ട് ഇൻ്ററാക്ട് ചെയ്തിട്ട് 2 × 4 8 എനർജി ലെവൽസ് കിട്ടും. ഈ 8 എനർജി ലെവൽസിൽ 4 ട്രാൻസിഷൻസ് ആണ് അലൗഡ് ആയിട്ടുള്ളത്. അതായത് ESR സെലക്ഷൻ റൂൾ അനുസരിച്ച് അലൗഡ് ആയിട്ടുള്ളത് 4 എണ്ണമാണ്. ഇവിടെ 4 എണ്ണം കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ ഓരോ ട്രാൻസിഷനിലും MI വാല്യൂയിലുള്ള ഡിഫറൻസ് 0 ആയിരിക്കും. അതുപോലെ തന്നെ MS +or-1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ 4 ട്രാൻസിഷൻസ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മീഥൈൽ റാഡിക്കലിൻ്റെ സ്പെക്ട്രത്തിൽ 4 ലൈൻസ് ഉണ്ടാവും. 4 ലൈൻസിൻ്റെ ഇൻറ്റൻസിറ്റി വരുന്നത് 1:3:3:1 എന്നുള്ള റേഷ്യോയിലാണ്. ഇതാണ് നമ്മളുടെ മീഥൈൽ റാഡിക്കലിൻ്റെ ESR സ്പെക്ട്രം. ഇതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 4 ലൈൻസ് കാണാം, 1:3:3:1 എന്നുള്ള റേഷ്യോയിൽ. ഓക്കെ, ഇനി നമ്മൾ അടുത്തായിട്ട് പറയുന്നത് ESR സ്പെക്ട്രോസ്കോപ്പിയുടെ അപ്ലിക്കേഷൻസ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, പാരാമാഗ്നറ്റിക് സ്പീഷീസിനെ അല്ലെങ്കിൽ ഒന്നോ അതിലധികമോ അൺപെയ്ഡ് ഇലക്ട്രോൺസ് കണ്ടെയ്ൻ ചെയ്യുന്ന സ്പീഷീസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ESR സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്ന ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. ഈ സ്പീഷീസ് എന്തൊക്കെയാവാം? ഫ്രീ റാഡിക്കൽസ് ആവാം, അയോൺസ് ആവാം, മോളിക്യൂൾസ് ആവാം, മോളിക്കുലാർ ഫ്രാഗ്മെൻറ്റ്സ് ആവാം. അതുപോലെ തന്നെ ഇപ്പം ട്രാൻസിഷൻ മെറ്റൽ അയോൺസ്, അവയുടെ കോംപ്ലക്സുകൾ, അൺപെയ്ഡ് ഇലക്ട്രോൺ കണ്ടെയ്ൻ ചെയ്യുന്ന കോംപ്ലക്സുകൾ, ഓർഗാനിക് കോമ്പൗണ്ട്സ് ഒക്കെ ആവാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുമ്പോൾ അത്രയും ഷോർട്ട് ലീവ്ഡ് ആയിട്ടുള്ള സ്പീഷീസാണ് അല്ലേ. അപ്പം അവരെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ശരിയല്ലേ? നമുക്കിതിൻ്റെ ഓരോ അപ്ലിക്കേഷനായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ദ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഫ്രീ റാഡിക്കൽ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഓരോ ടൈപ്പ് ഫ്രീ റാഡിക്കലും ഒരു ക്യാരക്ടറിസ്റ്റിക് A വാല്യൂ അല്ലെങ്കിൽ ഹൈപ്പോഫൈൻ സ്ട്രക്ചർ ESR സ്പെക്ട്രത്തിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ESR മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു കെമിക്കൽ റിയാക്ഷനിലോ അല്ലെങ്കിൽ ഫോട്ടോ കെമിക്കൽ റിയാക്ഷനിലോ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്രീ റാഡിക്കൽസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. രണ്ടാമതായിട്ട് ഡിറ്റർമിനേഷൻ ഓഫ് ദ റിലേറ്റീവ് കോൺസെൻട്രേഷൻസ് ഓഫ് ഫ്രീ റാഡിക്കൽസ്. ESR സ്പെക്ട്ര യൂസ് ചെയ്തിട്ട് നമുക്ക് ഫ്രീ റാഡിക്കൽസിനെ കുറിച്ച് പഠിക്കാം. ഓരോ സിഗ്നലിൻ്റെയും ESR സ്പെക്ട്രത്തിലുള്ള ഓരോ സിഗ്നലിൻ്റെയും ഇൻറ്റൻസിറ്റി എന്തിന് പ്രൊപ്പോർഷണലായിരിക്കും? അവിടെയുള്ള ഫ്രീ റാഡിക്കൽസിൻ്റെ എണ്ണത്തിന് പ്രൊപ്പോർഷണലായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ഫ്രീ റാഡിക്കൽസിൻ്റെ റിലേറ്റീവ് കോൺസെൻട്രേഷൻ കുറിച്ചിട്ട് പഠിക്കാൻ പറ്റും. ഇനി മൂന്നാമതായിട്ട് പറയുന്നത് എഗെയിൻ സ്റ്റഡി ഓഫ് റിയാക്ഷൻ മെക്കാനിസം. എങ്ങനെയാണ് റിയാക്ഷൻ മെക്കാനിസം പഠിക്കാൻ വേണ്ടിയിട്ട് ESR സ്പെക്ട്രം യൂസ് ചെയ്യുക? നമ്മൾ പറഞ്ഞു, കുറേ ഓർഗാനിക് റിയാക്ഷൻസ് ഒക്കെ പ്രൊസീഡ് ചെയ്യുന്നത് ഫ്രീ റാഡിക്കൽ മെക്കാനിസം വഴിയാണ്. ESR സ്പെക്ട്രം യൂസ് ചെയ്തിട്ട് നമുക്ക് ഫ്രീ റാഡിക്കൽസിൻ്റെ പ്രസൻസ്, അവയുടെ കോൺസെൻട്രേഷനൊക്കെ പഠിക്കാൻ പറ്റുമെങ്കിൽ നമുക്കൊരു റിയാക്ഷൻ എടുത്തിട്ട് അതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസിലുള്ള ESR സ്പെക്ട്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അതിലുള്ള ഫ്രീ റാഡിക്കൽസിനെ കുറിച്ചും ഫ്രീ റാഡിക്കൽസിൻ്റെ പ്രസൻസും കോൺസെൻട്രേഷനും ഒക്കെ പറയാൻ പറ്റും. അതുവഴി നമുക്ക് റിയാക്ഷൻ്റെ മെക്കാനിസത്തിനെ കുറിച്ചുള്ള ഡാറ്റാസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് മൂന്നാമത്തത്, സ്റ്റഡി ഓഫ് റിയാക്ഷൻ മെക്കാനിസം. നാലാമത്തതാണ് സ്റ്റഡി ഓഫ് ദ എഫക്റ്റ് ഓഫ് അയണൈസിങ് റേഡിയേഷൻ ഓൺ മാറ്റർ.
നമ്മൾ ചില മെറ്റീരിയൽസിന് ഹൈ എനർജി റേഡിയേഷൻസ് വെച്ച് റേഡിയേറ്റ് ചെയ്യുമ്പോൾ ലൈക്ക് എക്സ്റേസ് ഗാമ റേസ് ഒക്കെ അല്ലെങ്കിൽ ഹൈ ഇലക്ട്രോൺസ് വെച്ചിട്ട് ഹൈ എനർജി ഇലക്ട്രോൺസ് ആൽഫ പാർട്ടിക്കിൾസ് ന്യൂട്രോൺസ് ഒക്കെ വെച്ചിട്ട് ഇറേഡിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്രീ റാഡിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടാം. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് ESR സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്തിട്ട് പഠിക്കാം, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. ഓക്കെ, അതായത് മാറ്ററിൽ അയണൈസിങ് റേഡിയേഷൻ ഇറേഡിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഇഫക്റ്റാണ് അവിടെ നടക്കുന്നത് നമുക്ക് ESR സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്ക് വഴി പഠിക്കാൻ സാധിക്കും. അഞ്ചാമത്തതാണ് സ്റ്റഡീസ് ഓൺ ദ പ്രസൻസ് ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇൻ മോളിക്യൂൾസ്. അൺപെയ്ഡ് ഇലക്ട്രോൺസ് കണ്ടെയ്ൻ ചെയ്യുന്ന മോളിക്യൂൾസിൽ ഇവയുടെ പ്രസൻസ് നമുക്ക് പഠിക്കാൻ പറ്റും. അവയിൽ ഇങ്ങനത്തെ മോളിക്യൂൾസ് എന്ത് കാണിക്കും? ഇലക്ട്രോൺ മാഗ്നറ്റിക് റെസൊണൻസ് അബ്സോർപ്ഷൻ കാണിക്കും. അപ്പോൾ നമുക്ക് ചില മോളിക്യൂൾസിൽ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ നമുക്ക് ESR സ്പെക്ട്രം വെച്ചിട്ട് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ESR സ്പെക്ട്രോസ്കോപ്പിയുടെ മെയിനായിട്ടുള്ള അപ്ലിക്കേഷൻസ്.